ക്ഷേത്രദർശനം മനസ്സിനും ശരീരത്തിനും പോസിറ്റീവ് എനർജിയും ശാന്തിയും ഉന്മേഷവും പകരുന്ന അപൂർവ അനുഭവമാണ്. തങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തെ അറിയിക്കുക എന്നതിനേക്കാളും ക്ഷേത്രത്തിലെ ശാന്തവും പരിശുദ്ധവുമായ അന്തരീക്ഷത്തിന്റെ ഭാഗമായി അവിടുത്തെ പോസിറ്റീവ് എനർജിയെ ഉൾക്കൊള്ളുക എന്നതാണ് ക്ഷേത്ര ദർശനത്തിന്റെ പരമമായ ഉദ്ദേശം. ആ ഉദ്ദേശത്തെ സാധൂകരിക്കുന്ന ചില നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ക്ഷേത്രത്തിലുണ്ട്. അത്തരം ആചാര മര്യാദകളും കീഴ്വഴക്കങ്ങളും പാലിക്കേണ്ടത് ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തരുടെ കടമയാണ്. മിക്ക ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാരെ ഷർട്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാൻ സമ്മതിക്കാറില്ല. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്നത്? അതിന് പിന്നിലെ വിശ്വാസപരവും ആചാരപരവുമായ സംഗതികൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ഷേത്രത്തിൽ പുരുഷന്മാർ എന്തുകൊണ്ട് മേൽവസ്ത്രം ധരിച്ചുകൂടാ എന്നറിയുന്നതിന് മുമ്പായി ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കണം. ഈശ്വരൻ സർവ്വവ്യാപിയും തൂണിലും തുരുമ്പിലും ഉള്ള ചൈതന്യവുമാണ്. അങ്ങനെയുള്ളപ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും അത് ഈശ്വരനിൽ എത്തും. പിന്നെ എന്തിനാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്? ഇക്കാര്യം പലർക്കും അറിയില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തിൽ നിന്നുള്ള എനർജി ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് അവിടുത്തെ മൂർത്തിയെ തൊടുമ്പോൾ ആ പോസിറ്റീവ് എനർജി മനസ്സിലേക്കും ശരീരത്തിലേക്കും ആഗിരണം ചെയ്യാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. തൂണിലും തുരുമ്പിലുമുള്ള ദൈവം പ്രപഞ്ചത്തിൽ എവിടെയുമുള്ള ഭക്തരുടെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഒരു അംശം നമ്മളിലേക്ക് കൂടി എത്തുന്നതിനാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. പണ്ട് മഹർഷിമാരെല്ലാം ഒരു മരത്തിന്റെ ചുവട്ടിലോ പാറയുടെ പുറത്തോ ഒക്കെ ഇരുന്നാണ് തപസ് ചെയ്തിരുന്നത്. അവർ ഒരു ക്ഷേത്രങ്ങളിലും പോയിരുന്നില്ല, ക്ഷേത്രം നിർമ്മിച്ചിരുന്നുമില്ല. പക്ഷേ അവരുടെ തപശക്തി സാധാരണക്കാർക്കില്ല. അതുകൊണ്ടാണ് സാധാരണക്കാർക്കായി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൽ നമ്മൾ കാണുന്ന വിഗ്രഹം കല്ലിലോ വെള്ളിയിലോ സ്വർണത്തിലോ പഞ്ചലോഹത്തിലോ ഉള്ളതാണ്. ഒരു പീഠത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ വിഗ്രഹം ഷഡാധാര പ്രതിഷ്ഠയാണ്. അതായത് ഒരു വിഗ്രഹത്തിൽ 6 തലകൾ ഉണ്ടെന്ന് സങ്കല്പം. 6 ആധാരങ്ങൾക്ക് മുകളിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ 6 തട്ടുകളിലൂടെ ഊർജ പ്രവാഹം നടക്കുന്നുണ്ട്. അതാണ് വിഗ്രഹത്തിന്റെ ശക്തിയായി കരുതപ്പെടുന്നത്. രക്ഷസോ സർപ്പമോ കാരണവരോ പോലെ വീടുകളിലെ കുടീരത്തിലുകൾ ഒഴിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ഷഡാധാര പ്രതിഷ്ഠയാണ് ഉള്ളത്. വിഗ്രഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഊർജത്തിന്റെ ഒഴുക്ക് സാധ്യമാകുന്ന ദ്രവ്യങ്ങൾ കൊണ്ടാണ്. വിഗ്രഹത്തിൽ നിന്നുള്ള ഈ ശക്തിയും ഊർജവും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൈവരുമെന്നാണ് വിശ്വാസം. ഇനിയാണ് പുരുഷന്മാർ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ മേൽവസ്ത്രം ധരിക്കരുത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടത്. സാധാരണ നിലയ്ക്ക് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ ബിംബത്തിൽ നിന്നുള്ള ഒരു എനർജി ബിംബത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഭക്തരുടെ ശരീരത്തിലേക്ക് എത്തും. ആ എനർജി താങ്ങുവാനുള്ള ശക്തി പുരുഷ ശരീരത്തിനുണ്ട്, സ്ത്രീകൾക്ക് അതില്ല. അത് സ്ത്രീ പുരുഷന്മാരുടെ ശാരീരികമായ പ്രത്യേകതയാണ്. പുരുഷന്മാർക്ക് കായബലം കൂടുതലാണ്. പുരുഷന്മാർ ശരീരം കൊണ്ടും സ്ത്രീകൾ മനസ്സുകൊണ്ടുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ബിംബത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി പുരുഷന്മാർക്ക് സ്വീകരിക്കാനാവും. ആ എനർജി ശരീരത്തിൽ ഏൽക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാർ ഷർട്ട് ധരിക്കരുത് എന്ന് പറയുന്നത്. ഷർട്ട് എന്നത് ഇക്കാലത്ത് പറയുന്നുണ്ടെങ്കിൽ പണ്ടത് മേൽവസ്ത്രം ആയിരുന്നു. പണ്ട് കാലത്ത് തോൾമുണ്ടോ രണ്ടാമുണ്ടോ ആണ് പുരുഷന്മാർ മേൽവസ്ത്രമായി ധരിച്ചിരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ അവരത് അഴിച്ച് കയ്യിൽ വെക്കുകയായിരുന്നു പതിവ്. മറ്റു രീതിയിലും ഈ കീഴ്വഴക്കത്തെ വീക്ഷിക്കാവുന്നതാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഏതു വലിയവനും എളിയവനും ദൈവത്തിന് മുമ്പിൽ രാജാവ് പോലും ഒന്നുമല്ല. നമ്മുടെ പദവിയോ അധികാരമോ സമ്പത്തോ പ്രദർശിപ്പിക്കുന്നതിനുള്ള സ്ഥാനമല്ല ക്ഷേത്രം. അവിടെ വളരെ ലളിതമായി എളിമയോടെ വേണം വരാനായിട്ട്. ആ രീതിയിൽ നോക്കുകയാണ് എങ്കിൽ ഈശ്വരനോടുള്ള ആദര സൂചകമായാണ് ഭക്തർ ലളിത വസ്ത്രധാരണം നടത്തുന്നത്. പണ്ട് കാലത്ത് നമ്മളെക്കാൾ ഉന്നതരെ കാണുമ്പോൾ ബഹുമാനാർത്ഥം തോൾമുണ്ട് മാറ്റുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുപോലെ ഭഗവാനെ കാണുമ്പോഴും ബഹുമാനാർത്ഥം ഈ പതിവ് ചെയ്യുന്നുവെന്ന് അനുമാനിക്കാം. മഹാരാജാവ് പോലും പണ്ട് കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജകീയമായ വസ്ത്രം ക്ഷേത്രത്തിനുള്ളിൽ ഒഴിവാക്കിയിരുന്നു.
ക്ഷേത്ര ആചാരങ്ങളും നിയമങ്ങളും പണ്ട് ചിട്ടപ്പെടുത്തിയതാണ്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറ്റു പല സ്ഥാപനങ്ങളിലും അവരുടേതായ നിയമങ്ങൾ അവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വന്നു ചേരുകയുള്ളൂ. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിലെ ആ ഒരു നിയമങ്ങളെല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മേൽമുണ്ട് അല്ലെങ്കിൽ ഷർട്ട് ധരിക്കരുത് എന്ന് പറയുന്നതിന് ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് അവരുടേതായ ന്യായങ്ങളും ചിട്ടകളും നിയമങ്ങളും ഒക്കെയുണ്ട്. അത് നമ്മൾ അനുസരിച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പണ്ട് മുതൽക്കേ പുരുഷന്മാര് ഷർട്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്ന ഒത്തിരി ആളുകൾ കാണും. കാരണം ഇതേക്കുറിച്ചൊക്കെ ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള അഭിപ്രായം പറഞ്ഞതല്ല ഇവിടെ. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ, ക്ഷേത്രത്തിലെ ആ ഒരു നിയമങ്ങളെക്കുറിച്ച് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് ആരും കരുതണ്ട. നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടുത്തെയുള്ള നിയമ നടപടികൾ എന്താണോ അത് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു നടപടി എന്ന് പറയുന്നത്. അതാണ് അത് അഭികാമ്യം, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ആ പരമശക്തനായ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.